ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പോസ്റ്റ് ഇട്ടതിന് അറസ്റ്റിലായ അശോക സർവകലാശാല പ്രൊഫസർ അലിഖാൻ മഹ്മൂദാബാദിന് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസറും പൊളിറ്റിക്കൽ സയൻസ് വകുപ്പ് മേധാവിയുമാണ് പ്രൊഫസർ മഹ്മൂദാബാദ്. കഴിഞ്ഞയാഴ്ചയാണ് ഇയാളെ പോസ്റ്റിന്റെ പേരിൽ അറസ്റ്റ് ചെയ്തത്. വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്താനും ദേശീയ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഭീഷണിയാണ് പോസ്റ്റ് എന്നാണ് കേസ്. മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലാണ് പ്രൊഫസർക്ക് വേണ്ടി ജസ്റ്റിസുമാരായ സൂര്യകാന്തും എൻ കോടീശ്വർ സിംഗും അടങ്ങിയ ബെഞ്ചിന് മുമ്പാകെ വാദം ഉന്നയിച്ചത്. ജനങ്ങൾക്ക് മറുപടിയായി ജസ്റ്റിസ് സൂര്യകാന്ത് ഇങ്ങനെ പറഞ്ഞു: എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. ഈ സമയത്താണോ ഇതെല്ലാം സംസാരിക്കേണ്ടത്? രാജ്യം ഈ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ രാക്ഷസന്മാർ ഇവിടെ വന്ന് നമ്മുടെ ആളുകളെ ആക്രമിച്ചു. ഈ സമയത്ത് നമ്മൾ ഐക്യത്തോടെ ഇരിക്കണം. ഈ സന്ദർഭത്തിൽ വില കുറഞ്ഞ പ്രശസ്തിക്ക് വേണ്ടി എന്തിന് ഇങ്ങനെ ചെയ്യുന്നു? ജസ്റ്റിസ് ചോദിച്ചു. പ്രൊഫസറുടെ പോസ്റ്റിൽ യാതൊരു ക്രിമിനൽ ഉദ്ദേശവുമില്ലായിരുന്നു എന്ന് കപിൽ സിബൽ പറഞ്ഞു. അപ്പോൾ ജസ്റ്റിസ് സൂര്യകാന്തിന്റെ പ്രതികരണം ഇങ്ങനെ: എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾ അറിയണം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് തീർച്ചയായും അവകാശമുണ്ട്. പക്ഷേ കടമ എവിടെയാണ്? പ്രൊഫസറുടെ പരാമർശങ്ങൾ വിളിച്ചുകൂവലാണ്. മറുപക്ഷത്തെ അപമാനിക്കാനും അസ്വസ്ഥത ഉണ്ടാക്കാനും വേണ്ടി മനഃപൂർവ്വം വാക്കുകൾ തെരഞ്ഞെടുക്കുന്നത് ദൗർഭാഗ്യകരമാണ്. അദ്ദേഹം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങളെ ഹനിക്കാതെ അദ്ദേഹത്തിന് ഭാഷ ഉപയോഗിക്കാം, ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. എന്നാൽ വർഗീയ സംഘർഷം സൃഷ്ടിക്കാൻ പ്രൊഫസർക്ക് താൽപ്പര്യമില്ലായിരുന്നുവെന്നും ക്രിമിനൽ ഉദ്ദേശമില്ലായിരുന്നുവെന്നും കപിൽ സിബൽ ചൂണ്ടിക്കാണിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ 9 മാസം ഗർഭിണിയാണെന്നും അദ്ദേഹം ഇപ്പോൾ ജയിലിലാണെന്നും സിബൽ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ വനിതാ ഓഫീസർമാരായ കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരെ ഉൾപ്പെടുത്തിയതിനെ കുറിച്ചാണ് മെയ് 8-ന് അലിഖാൻ സമൂഹമാധ്യമത്തിൽ കുറിപ്പെഴുതിയത്. വനിതാ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിയ നടപടി മികച്ച മാതൃകയാണെങ്കിലും വലതുപക്ഷ നിരീക്ഷകർ കേണൽ സോഫിയെ ആഘോഷിക്കുന്നത് കാപട്യമാണെന്നായിരുന്നു അലിഖാന്റെ വിമർശനം. ജാമ്യം അനുവദിച്ചെങ്കിലും കോടതി അന്വേഷണം തടഞ്ഞിട്ടില്ല. ഹരിയാനയിലെയോ ഡൽഹിയിലെയോ അല്ലാത്ത 3 IPS ഓഫീസർമാരെ ഉൾപ്പെടുത്തി പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ DGPക്ക് കോടതി നിർദ്ദേശം നൽകി. കേസുമായി ബന്ധപ്പെട്ട ലേഖനമോ പോസ്റ്റോ എഴുതില്ലെന്നും പഹൽഗാം ആക്രമണമോ ഓപ്പറേഷൻ സിന്ദൂറോ പരാമർശിക്കരുതെന്നും പാസ്പോർട്ട് സമർപ്പിക്കാമെന്നും ഉള്ള ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി വിശദീകരിക്കാൻ കേന്ദ്ര സർക്കാർ വിളിച്ച വാർത്താ സമ്മേളനത്തിൽ വനിതാ ഓഫീസർമാരായ കേണൽ സോഫിയ ഖുറേഷി, വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരെ ഉൾപ്പെടുത്തിയതിനെ കുറിച്ചാണ് മെയ് 8-ന് അലിഖാൻ സമൂഹമാധ്യമത്തിൽ കുറിപ്പെഴുതിയത്.